പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് ഏരിയ സമ്മേളനം കായംകുളത്ത് നടന്നു. സമ്മേളനം KPMTA ജില്ലാ പ്രസിഡന്റ് ഷിബു ഡി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് ഏരിയ സമ്മേളനം കായംകുളത്ത് സംഘടിപ്പിച്ചു. സമ്മേളനം KPMTA ജില്ലാ പ്രസിഡന്റ് ഷിബു ഡി ഉദ്ഘാടനം ചെയ്തു. 1991 രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് KPMTA, കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ. 34 വയസ്സ് പ്രായമുള്ള ഈ സംഘടന ഒട്ടേറെ ദൂരം താണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ടുള്ള പ്രവർത്തനങ്ങളിലുള്ള പ്രാധാന്യം നമ്മുടെ സംഘടനയ്ക്ക് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കേണ്ടി വരുന്നതും കൂടുതൽ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരുന്നതുമായ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായി. 91 രൂപീകരിക്കപ്പെട്ട ഈ സംഘടന ആദ്യത്തെ ഏതാണ്ട് ഒരു 10 വർഷത്തോളം കാര്യമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷെ 2000-ന് ശേഷം 2001, 2004 ആയപ്പോഴേക്കാണ് KPMTA എന്ന സംഘടന കേരളത്തിന്റെ 14 ജില്ലകളിലും ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഏതാണ്ട് 50,000-ത്തിലധികം ആളുകൾ, 95% സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന സാധാരണ തൊഴിലല്ല, ആരോഗ്യ മേഖലയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട, വളരെ കേരളത്തിലെ മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഈ ആരോഗ്യ പരിപാലന രംഗത്ത് നിർണായക പ്രാധാന്യം വഹിക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് വേറൊരു വിഷയം. ആ മേഖലയിൽ തന്നെ ഏതാണ്ട് 95% പേർ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയിൽ നമ്മുടെ തൊഴിലിനും നിലനിൽപ്പിനും ഭീഷണി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 91 മുതൽ 2000 വരെ ഒന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2000-ന് ശേഷം സേഫ് കേരള പദ്ധതി എന്ന ഒരു ചില പ്രത്യേക പദ്ധതി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ പരിശോധിക്കുകയും ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന കർശനമായിട്ടുള്ള ഒരു നയപരിപാടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയി. അതിനാരും എതിരല്ല. കൃത്യമായി നമ്മുടെ കേരളത്തിലെ ആരോഗ്യ നിലവാരം നിലനിർത്തുന്നതിനും അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതിനും തീർച്ചയായിട്ടും ഗുണനിലവാരം ഒരു പ്രധാന വസ്തു തന്നെയാണ്. പക്ഷെ അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പരിശോധനകളെല്ലാം നമ്മുടെ ലാബുകളുമായി കേന്ദ്രീകരിച്ചായിരുന്നു. നാസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സാബു, മോഹൻദാസ്, NK ജമാലുദ്ദീൻ, സോന സുരേഷ്, ശോശാമ അഗസ്റ്റിൻ, മനോഹരൻ, ഗോപാലകൃഷ്ണൻ, ഷാജിമോൾ, ഉസ്മാൻ, സുരഭി എന്നിവർ സംസാരിച്ചു. ജോസഫ് സേവ്യറിന്റെയും സുർമി സുബൈറിന്റെയും നേതൃത്വത്തിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഭാരവാഹികളായി ആമിന ബീവിയെ പ്രസിഡന്റായും സുരഭിയെ സെക്രട്ടറിയായും സിബി വിൽഫ്രഡിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ് കായംകുളം.